ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു അടിപൊളി താറാവ് റോസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ താറാവ് റോസ്റ്റ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയാവോ? കേശവദാസപുരം പരുത്തിപ്പാറ റോഡാണ് കേട്ടോ. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു സ്പോട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഇതൊരു തട്ടുകട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു എൻഡ് തുടങ്ങിയാൽ അത്യാവശ്യം ഇങ്ങനെ ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഈ ഒരു ഫുഡ് ഷോപ്സ് ആണ് ഇങ്ങനെ അടുത്തടുത്തടുത്തായിട്ട്. അപ്പം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ചേച്ചിയുടെ കടയിൽ കയറും. അപ്പോൾ ആ കടയിലാണ് ആക്ച്വലി താറാവ് കിട്ടുന്നത്. ഒത്തിരി ഷോപ്സ് ഉണ്ട്. നല്ല ഗ്രില്ലും മോമോസ് അല്ലെങ്കിൽ എന്താ പറയാനായിട്ട് പാനിപൂരി ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന കടയുണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ എനിക്ക് അവിടുത്തെ അപ്പവും താറാവ് റോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം ചില ഷോപ്പിലൊക്കെ കിട്ടുന്ന ഈ താറാവിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒരു ചെളിച്ചവയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ താറാവ് റോസ്റ്റ് കിട്ടുന്ന ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കനുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കറിയുണ്ട്, ചിക്കൻ തോരനുണ്ട്, ബീഫുണ്ട്, അതുപോലെ പോത്തിറച്ചിയുണ്ട്. ഇതിപ്പോൾ ദേ ചേച്ചി എടുക്കുന്നത് മട്ടനാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി. ഇപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മളൊരു മട്ടനും അതുപോലെ ഒരു താറാവ് റോസ്റ്റും പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് സന്തോഷമായി കേട്ടോ, എടുത്തോളാൻ പറഞ്ഞു. അതുമാത്രമല്ല എനിക്ക് ബാക്കി ഐറ്റംസൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ചിക്കൻ തോരനുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ബീഫ് ഫ്രൈ, ഇതൊക്കെ ഇങ്ങനെ ഫ്ലെയിമിൽ കിടന്ന് നല്ല ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്തായിരുന്നു, പോത്ത് കറിയായിരുന്നു കേട്ടോ, പോത്തിൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താണ്, ബീഫായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ താറാവ് റോസ്റ്റ് കേട്ടോ. ഇപ്പോൾ താറാവ് റോസ്റ്റ് ഏകദേശം തീർന്നു കേട്ടോ, കാരണം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ അത് ഏകദേശം തീർന്നു. നല്ല പൊറോട്ടയുണ്ട്. ഈ പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്നാലും എനിക്കിഷ്ടം ഇവിടുത്തെ അപ്പം തന്നെയാണ് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ നല്ല പഞ്ഞി പോലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ, പുട്ടും അതുപോലെ സ്പെഷ്യലാണ്. അപ്പോൾ അമ്മയെ കൊണ്ടുവരികയാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടുത്തെ പുട്ടാണ് ഇഷ്ടം കേട്ടോ, നല്ല പഞ്ഞി പോലത്തെ പുട്ട്. എന്തായാലും പുട്ട്, അപ്പം, താറാവ്, ചിക്കനൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തു. അപ്പം ഞാനൊന്ന് ഓവറോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. മട്ടൺ ഉണ്ടായിരുന്നു, അതുപോലെ താറാവ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അത് നീറ്റായിരുന്നു കേട്ടോ, നല്ല വൃത്തിയുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ താറാവ് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് എടുത്തത് കേട്ടോ. കണ്ടാൽ ചിക്കൻ പോലെ ഇരിക്കുന്നില്ലേ, പക്ഷേ ഇത് താറാവാണ്. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഷോപ്പ്. നിങ്ങളൊന്നും കൂടെയൊക്കെ നോക്കി വെച്ചോ കേട്ടോ. ഇനി വരുമ്പോൾ ഈ ഷോപ്പിലൊന്ന് കയറി നോക്കണം, ഇവിടുത്തെ അപ്പവും താറാവും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ അടുത്ത് ഒത്തിരി വേറെ ഷോപ്സൊക്കെ ഉണ്ട്. ഞാനിവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യമാണ് ഇവിടെ നിന്ന് ഈ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളെപ്പോൾ വന്നാലും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, മോമോസും അതുപോലെ പാനിപൂരി, ജ്യൂസ്, ഷേക്കൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട്. നൊങ്ക് കിട്ടുന്ന ഷോപ്പും ഉണ്ട് കേട്ടോ, നൊങ്കൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഓരോ കരിക്കിൻ ഷേക്കൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ഇവിടെയൊന്നും അധികം ബഡ്ജറ്റൊന്നുമില്ല, കാരണം അവർ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കടകളൊക്കെ ആയതുകൊണ്ട് വലിയ ബഡ്ജറ്റൊന്നും ആവത്തില്ല. നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാനൊരു കൊതി തോന്നിയാൽ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഈ ചേച്ചിയുടെ കടയിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചു നോക്കണേ. എന്തായാലും എൻ്റെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ നിന്ന് അങ്ങ് വീഡിയോ എടുത്തു കേട്ടോ ഇവിടത്തേക്ക്. കാരണം ഇവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ 1-2 ഈ പറഞ്ഞ പോലെ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക്, പിന്നെ ഈ ചേച്ചിയുടെ കട, ഇത്രയും മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് എടുത്തത് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടിയത് കണക്ക് എന്തോരം അടുപ്പ് വെച്ചിട്ട് അതിലെല്ലാം ഒരു ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.